ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാം പരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ധ്യാനശ്ലോകം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമതദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്വാദി സാക്ഷാൽ ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. പ്രാണാം സന്നിധത്തെ സതതമപി പുരത്തൈരനഭ്യർത്ഥിതാനഭി ഹർത്താൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ജിത്തം നിശേഷലഭ്യോ നിരവധിക ബലപ്പാരിജാതോ ഹരേത്വം ശുദ്രം തം ചക്രവാടി ധ്രുവമഭിലഷതി വ്യക്തമർത്തിവ്രജോയം സൂര്യസ്പർദ്ധി കിരീടം ഊർധതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം കണ്ടോ ജന്മകരാപകുണ്ടലയുഗം കണ്ടോ ചലത്കൗസ്തുഭം രുദ്രൂപം വനമാല്യകാരപടല ശ്രീവത്സദീപ്രം ഭജേ. പഠന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ പുനരദാ ചരന്തോ യേ ഭക്തോ ത്വജിതലു രമന്തേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. വിദൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമി ചതേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അതതേ പാദതുളസീ പരിക്രാണേ ക്രാണം ശ്രവണമമിതേ ചാരുചരിതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദശകം പറയാൻ പോവുകയാണ്. ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ദശകം 1 ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. അതായത് സാന്ദ്രമായിരിക്കുന്ന സാന്ദ്ര ആനന്ദ അവബോധാത്മകം, പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല. പിന്നെ അതിന് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സത്യം സാന്ദ്രമായിരിക്കുന്നു, കട്ട പിടിച്ചതുപോലെ ഇരിക്കുന്ന ആ രൂപം, അത് എന്ത് തരുന്നു? നമുക്ക് ആനന്ദത്തെ തരുന്നു, പിന്നെ ജ്ഞാനത്തെയും അതുണ്ടാക്കുന്നു. പിന്നെ അതെങ്ങനെയാണുള്ളത്? അനുപമിതം, ഉപമിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഒന്നിനും അത് ഉപമയല്ല, ഉപമിക്കാൻ പറ്റത്തില്ല. അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം. കാലം ദേശം ഇവയാൽ അത് പരിമിതമാണ്. അത് പരിമിതമാക്കാത്തത്, അതിൽ നിന്ന് മുക്തമായിട്ടുള്ളതാണ്. നിർമുക്തം നിത്യമുക്തം, മായയിൽ നിന്ന് മുക്തമായതും നിഗമ
ശതസഹസ്രേണ ആയിരക്കണക്കാന് നൂറുകണക്കാന് വേദവാക്യങ്ങളാൽ നിർഭാസ്യമാണ്. അത് വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ അത് അസ്പഷ്ടം. സാധാരണക്കാർക്ക് അത് സ്പഷ്ടമല്ല, അസ്പഷ്ടമാണ്. അപ്പോൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. പിന്നെ ദൃഷ്ടമാത്രേ പുനക ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. പക്ഷെ അത് ഒരു പുരുഷാർത്ഥാത്മകം ആ സത്യത്തെ തിരിച്ചറിയുകയാണെങ്കിൽ, അത് അനുഭവിച്ചാൽ അത് മോക്ഷത്തിന്റെ ആനന്ദം നമുക്ക് പകരുന്നു. അങ്ങനെയുള്ള ആ തദ് ബ്രഹ്മതത്വം, ആ ബ്രഹ്മതത്വം ആ എവിടെയുണ്ട്? ഗുരുഭവനപുരേ താവത്. ആ ഗുരുവായൂരിൽ ആ ബ്രഹ്മതത്വം സാക്ഷാൽ ഇരിക്കുന്നു. പാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അത് ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ ഭാഗ്യമാണ്. അതായത് നിറഞ്ഞ ആനന്ദവും അറിവും ആവുന്ന രൂപത്തോട് കൂടിയതും അതുല്യവും കാലദേശങ്ങൾക്ക് പിന്നെ പരിമിതമല്ലാത്തതും മായയുടെ ബന്ധമില്ലാത്തതും നൂറുകണക്കിന് വേദവാക്യത്താൽ കൊണ്ട് സ്പഷ്ടമാക്കിയതും. പിന്നെ അത് അസ്പഷ്ടമാണ്. ആർക്കാണ് അസ്പഷ്ടം? സാധാരണക്കാർക്ക്. ആ വിഗ്രഹത്തിന്റെ ദർശനത്തിൽ ഒറ്റക്കാഴ്ചയിൽ സ്പഷ്ടമാകുമ്പോൾ നമ്മൾ മോക്ഷം, ആനന്ദം ലഭിക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വം ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായിട്ട് തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ മഹാഭാഗ്യം തന്നെ എന്നാണ് ഭട്ടതിരി പറയുന്നത്. അതിൽ വേറൊന്നും നമുക്ക് പറയാനില്ല. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യ നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാൽ ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്നഭി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാദിയാവ വദതി വദജനം ശുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ആശ്രയാമഹ. അതായത് അതൊരു ദുർലഭ്യ വസ്തു, ദുർലഭമായ വസ്തുവാണ് ആ ബ്രഹ്മം. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നു? അത് അങ്ങനെ ആ ദുർലഭമായ വസ്തുവായാൽ പോലും അത് കിട്ടാൻ എളുപ്പമല്ല. തുലഭതയാ ഹസ്തലബ്ധേ, അത് നമുക്ക് കയ്യിൽ തന്നെ കിട്ടുന്നുണ്ട്. അതെവിടെ? ഗുരുവായൂരിൽ ഇരിക്കുകയാണ്. അത് നമ്മുടെ വിഗ്രഹത്തിന്റെ രൂപത്തിൽ ആ ഗുരുവായൂരിൽ കയ്യിൽ തന്നെ നമുക്ക് സുലഭമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജന അന്യത തൻവാ വാച യദന്യത് തൻവാ വാചാദിയാവാ. അതായത് ഈ പരബ്രഹ്മത്തെ ആളുകൾ ഈ പരബ്രഹ്മം ഉണ്ടെങ്കിലും കണ്ടെങ്കിലും അവർ മറ്റു ദൈവങ്ങളെ തേടിപ്പോകുന്നു. എന്തുകൊണ്ട്? ബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ മറ്റു ദേവന്മാരെ തേടിപ്പോകുന്നു. അത് ഒരു കൊള്ളരുതായ്മയാണ്. ശുദ്രത ഏവ, അത് ശുദ്രദൈവ സ്ഫുടേയം. അത് ശരിക്കുമുള്ള ശുദ്രമാണ്, നല്ലതല്ല. ഏതേ താവത് വയം തു സ്ഥിരതര മനസ. അതായത് നമ്മളൊക്കെ ഭട്ടതിരിയുടെ അതേ മനസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ, ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? സ്ഥിരതര മനസ, ഉറച്ച മനസ്സോടെ ആ ലോകത്തിലുള്ള പീഡകളെ, നമുക്ക് കിട്ടുന്ന പീഡകളെ ആ ഉറച്ച മനസ്സോടെ പീഡകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി, അതിന് അറുതി വരുത്തുവാൻ വേണ്ടി നിശേഷാത്മാനമേനം, ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആത്മാവിനെ, ഈ ലോകം മുഴുവനും ആ പ്രപഞ്ചത്തിനും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ, ഗുരുഭവന പുരാധീശം, ആ ഗുരുവായൂരപ്പനെ നമ്മൾ
ആശ്രയിക്കുന്നു. ഏവം ആശ്രയാമഹ, നമ്മൾ അവരെ ആശ്രയിക്കുന്നു. അതായത് ഈ ബ്രഹ്മമെന്ന ദുർലഭമായ വസ്തു ഈ വിഗ്രഹരൂപത്തിൽ കയ്യിൽ കിട്ടിയിട്ട് പോലും ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റു ദേവന്മാരെ ഭജിക്കുന്നുവല്ലോ. അത് വളരെ കഷ്ടം തന്നെ. അത് ഭട്ടതിരി പറയാണ്, അത് വളരെ കഷ്ടമാണ്. നാം ആകട്ടെ, അതായത് മേൽപ്പത്തൂരിൻ്റെ അതേപോലെ മനസ്സിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ഈ സത്യത്തെ അറിഞ്ഞവർ ഉറച്ച വിശ്വാസത്തോടെ അതിനെ എന്ത് ലോകത്തുള്ള സർവ പീഡയ്ക്ക് ശാന്തിക്കായി, ലോകത്തുള്ള പീഡകൾക്കെല്ലാം ശാന്തിക്കായി പരമാത്മസ്വരൂപനായ ആ ഗുരുവായൂരപ്പനെ തന്നെ ഞങ്ങളിതാ ആശ്രയിക്കുന്നു. ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് അൻഭാവാജാതിയാ വാ ഭജതി പദജന ശുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയം തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഊരുഭവനപുരാധീശം ഏവമാശ്രയാമാം. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവദ്ഭൂതേർഭൂതേന്ദ്രിയസ്തൈ വപുരിതി ബഹുശ്രൂയത്തെ വ്യാസവാക്യം തത്സച്ചത്വാത് യദച്ഛാദിതപരസുഖത്തിഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഇതിൽ പറയുന്നത് ഭഗവാന്റെ ആ സത്വഗുണം, അതായത് സത്വം, രജോ ഗുണം ഇല്ലാത്തത്, സത്വഗുണം മാത്രമുള്ള രൂപം, അതായത് രജോ ഗുണവും തമോ ഗുണവും ഇല്ലാത്ത ആ നിർമ്മലമായ സത്വഗുണം മാത്രമുള്ള ആ രൂപം, നിർമ്മലം. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ, അത് കലർന്നിട്ടില്ല, മറ്റേ രജോ ഗുണമൊന്നും കലർന്നിട്ടില്ല, നിർമ്മലമായ തേന താവത് ഭൂതൈഹി, അതുകൊണ്ട് മാത്രമുള്ള പഞ്ചഭൂതങ്ങളാലും ഭൂതൈഹി, പഞ്ചഭൂതങ്ങളാലും ഭൂതേന്ദ്രിയസ്ഥൈഹി, ഇന്ദ്രിയങ്ങളാലും ഉള്ള, അതുകൊണ്ട് മാത്രമുള്ള ആ ഒരു ശരീരം എന്ന് ആര് പറയുന്നു? വ്യാസവാക്യം. വ്യാസഭഗവാൻ എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. ബഹുരുതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. വ്യാസഭഗവാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പം ഭഗവാന്റെ അവതാരമെല്ലാം സത്വഗുണത്തിന്റെ പൂർണ്ണതയാണെന്നാണ് വ്യാസൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. അത് സ്വച്ഛത്വാത് യത്, അത് യാതൊരു നർമ്മല്യത്താൽ, ആ നർമ്മല്യത്താൽ ആ ശരീരം അച്ഛാദിത പരസുഖ ചിത് ഗർഭനിർഭാസരൂപം, മറവില്ലാത്ത സുഖമായും പ്രകാശമായും പരബ്രഹ്മമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപം. അത് സത്വഗുണം അതിൽ ഉള്ളിൽ വിളങ്ങുന്ന ആ രൂപം. ശ്രുതി മതി മധുര സുഗ്രഹേ, അതായത് ശ്രുതി കേൾക്കാനും സ്മരിക്കാനും വളരെ രസം തോന്നുന്നതായ, അത് നമുക്ക് കേൾക്കാനും സ്മരിക്കാനും ഒക്കെ വളരെ വളരെ രസം തോന്നിക്കുന്ന ആ വിഗ്രഹം, തസ്മിൻ തേ വിഗ്രഹേ, ആ വിഗ്രഹം, അങ്ങയുടെ ആ വിഗ്രഹം, ആ രൂപം ചിന്തിക്കുന്ന സമയത്ത്, ആ രൂപം ചിന്തിക്കുന്ന സമയത്ത് ധന്യാരമന്തേ, അങ്ങനെ അത് ചിന്തിക്കാൻ ഭാഗ്യമുള്ള ആ മഹാത്മാക്കൾ, ജനങ്ങൾ അതിൽ എന്ത് ചെയ്തു? മഹാത്മാക്കൾ ആ വിഗ്രഹത്തിൽ രസിക്കുകയും അതിൽ രമിക്കുകയും ചെയ്യുന്നു. ലോകം തന്നെ അപ്പോൾ ഭഗവത് സ്വരൂപമായി മാറുന്നു. സത്വം യത്തത് പരാഭ്യാം അപരികലനതാ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയത്തെ വപരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാത് യദച്ഛാദിതപരസുഖ ചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ
വിഗ്രഹേത്തെ, അതായത് രജോ ഗുണവും തമോ ഗുണവും ഒന്നുമില്ലാത്ത കലരാത്ത സത്വം കൊണ്ട് മാത്രമുണ്ടായ പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രങ്ങളോട് കൂടിയതാണ് അവിടുത്തെ ശരീരം എന്ന് വ്യാസഭഗവാൻ പലയിടത്തായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ നിർമ്മലമായ ശരീരത്തിൽ ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു. ആ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴും സ്മരിക്കുമ്പോഴും ഈ ആനന്ദമാണ് ഉള്ളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനുള്ള പുണ്യാത്മാക്കൾ ഭഗവാനെ രമിച്ചുകൊണ്ടിരിക്കുന്നു. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോലാസതുല്യം കലിവിമലതരം സത്വം ആഹുത് തദാത്മ കസ്മാനോ നിഷ്കളസ്തം സകല ഇതി വച ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ, അത് അനങ്ങാത്തതാണ്, അനക്കമില്ലാത്തതാണ്, എപ്പോഴും പൂർണ്ണമായതുമാണ്. നിരവധി പരമാനന്ദ പേയൂഷ രൂപ, അളവില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായിട്ടുള്ളത്. ആ രൂപം അനക്കമില്ല, പൂർണ്ണമാണ്, പരമാനന്ദ അമൃതം നിറഞ്ഞ ആ സ്വരൂപമുള്ള രൂപം. നിർലീനേകമുക്താവലി സുഭഗതമേ നിർമ്മലേ ബ്രഹ്മസിന്ധൗ, ആ ബ്രഹ്മസിന്ധുവിൽ, ആ ബ്രഹ്മത്തിൽ, ബ്രഹ്മമായ ആ സമുദ്രത്തിൽ ആരാണ്? ഒരുപാട് മുക്തപുരുഷന്മാർ, മുക്തി കിട്ടിയ പുരുഷന്മാർ, മുത്തുമണി പോലുള്ള മുക്തപുരുഷന്മാർ ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ നിർമ്മലമായ പരബ്രഹ്മത്തിന്റെ കടൽ ഇതിൽ മുങ്ങിയിരിക്കുന്നു, അതില് മുങ്ങിയിരിക്കുന്നു. കല്ലോലാസ തുല്യം, ആ സമുദ്രത്തിലെ തിരിയടിക്കുന്നതിന് തുല്യമാണ് ആ സത്വഗുണം. അത് സത്വം, ശുദ്ധമായ ആ സത്വഗുണമെന്ന് അറിവുള്ളവർ പറയുന്നു. ആഹു തദാത്മ തത്വം കസ്മാതോ നിഷ്കള, ഒരു തരത്തിലും ഉള്ള കളങ്കവുമില്ലാത്ത അങ്ങ് എങ്ങനെയാണ് നിഷ്കളൻ അല്ലാത്തത്? അങ്ങനെ നിഷ്കളൻ തന്നെയല്ലേ? ആ കല്ലോലാസ തുല്യം കലി വിമലതരം സത്വമാഹു തദാത്മാ കസ്മാന്നോ, എങ്ങനെയാണ് നിഷ്കളം ഇല്ലാത്തത്? പക്ഷേ ഇനി സകല ഇനി വചക, എന്തെങ്കിലും കലർപ്പ് എന്ന് പറയുന്നത് അങ്ങയുടെ അംശാവതാരത്തിന് മാത്രമേ ബാധകമാകുകയുള്ളൂ. മായയിൽ നിന്നും അംശാവതാരം മാത്രമേ ഒരു കലർപ്പ് വരികയുള്ളൂ. കലാസ്വേവ ഭൂമൻ, അനക്കമല്ലാത്തതും നിത്യപൂർണവും അളവറ്റതും പരമാനന്ദത്തെ തരുന്നതുമായിട്ടുള്ള ആ ബ്രഹ്മമാകുന്ന സമുദ്രം, അതിലേറെ മുക്തപുരുഷന്മാരായ മുത്തുക്കൾ ഉള്ളതിനാൽ അത് വിശിഷ്ടമാകുന്നു. ആ ബ്രഹ്മസമുദ്രത്തിൽ തിരയടിക്ക് തുല്യമാണ്, അത് വിശുദ്ധമായ സത്വഗുണമാണെന്ന് ജ്ഞാനികൾ പറയുന്നത്. ആ വിധത്തിലുള്ള സത്വരൂപമായ ഭഗവാനെ അങ്ങ് എന്തുകൊണ്ടും പൂർണ്ണനാകുന്നു, നിഷ്കളനാണ്. ഒരു തരത്തിലുള്ള കളങ്കവും അങ്ങയുടെ രൂപത്തിലില്ല. അഥവാ സകളൻ എന്നുണ്ടെങ്കിൽ തന്നെ അങ്ങയുടെ അംശാവതാരങ്ങൾക്കാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ പുണ്യാവതാരമാണ്, പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണൻ എന്ന് മേൽപ്പത്തൂർ പറയുന്നു. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോലാസതുല്യം കലിവിമലതരം സത്വമാഹുത്സുതാത്മാ തദാത്മാ കസ്മാനോ നിഷ്കളസ്തം സകല ഇതി വച ത്വച്ഛലാസേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ യത്ക്രിയാം ഈശണാഖ്യം തേനേ ബോധേതി ലീന പ്രകൃതിരസതി കൽപ്പാതികാലേ തസ്യ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവകുണ്ഠ വൈകുണ്ഠരൂപം. അതായത് ഹേ അജ, ഹേ ഭഗവാനെ, തം നിർവ്യാപാരോപി എന്ന് വെച്ചാൽ അങ്ങക്ക് ചേഷ്ടകളില്ല, ക്രിയയില്ലാത്ത ആളാണ്.
സ്വതവേ ഒരു ക്രിയയും ചെയ്യാത്തവനാണെങ്കിൽ കൂടി നിഷ്കാരണം ഈഷണാഖ്യാം ക്രിയ ഭജസേ യത്, അങ്ങ് ഈഷണം എന്ന ചേഷ്ടയെ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട്, അങ്ങ് ഈഷണം എന്നൊരു ചേഷ്ടയെ സ്വീകരിക്കുമ്പോൾ തേന ഏവ അതതി കൽപ്പലീന ഏവാ പ്രകൃതി, അതതി മായ ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നുന്നതാണ്. ഇല്ലാത്തതാണെന്ന് തോന്നിയെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്നു. മായ നമുക്ക് അങ്ങ് ഇല്ല, പക്ഷെ ആ പ്രകൃതി കൽപ്പാതികാലേ ഉദതി, ആ മായ ഉള്ളത് ഇല്ലാത്തത് തോന്നത്തക്കവണ്ണമുള്ള ആ മായ കൽപ്പാതി ഈഷണം ചെയ്യുമ്പോൾ കൽപ്പാതികാലെ ഉണരുന്നു. ആ ലയിച്ചു കിടരുന്ന മായ തുടക്കത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് അത് അല്ലയോ വൈകുണ്ഠവാസ, അത് അങ്ങയുടെ വൈഭവം കൊണ്ടാണ്. അങ്ങനെയുള്ള അങ്ങ് തസ്യ അതിരോധായക മായയുടെ ഒന്നും മറയ്ക്കാത്ത ഒട്ടും കലർപ്പില്ലാത്ത സത്വഗുണരൂപത്തിലുള്ള ആ സത്വരൂപ ഗുണത്തിലുള്ള അത് സത്വഗുണമായി തന്നെ സ്വീകരിച്ച് മായയിൽ അങ്ങ് ഒരു രൂപം ധരിച്ച് വരുന്നു. സത്വഗുണം സ്വീകരിച്ച് തന്നെ മായയിൽ രൂപം ധരിച്ച് അങ്ങ് വരുന്നു. സത്വം ധൃത്വാ ദദാസി സ്വം മഹിമ വിഭവകുണ്ട വൈകുണ്ഠരൂപം. അജനായ ഭഗവാൻ, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത ഭഗവാൻ അവിടുന്ന് സ്വതേ ചേഷ്ടാരഹിതനാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ക്രിയയും ചെയ്യാത്തവനാണെങ്കിലും ഒരു കാരണവുമില്ലാതെ ഈശ്വരം എന്ന ചേഷ്ടയെ ആശ്രയിക്കുന്നതിനാൽ ഇല്ലാത്തതെന്ന് തോന്നുന്ന അങ്ങയിൽ ലയിച്ചു കിടന്ന മായ കൽപ്പാരംഭത്തിൽ ഉദയം കൊള്ളുന്നു. സ്വന്തം മഹാത്മ്യത്താൽ ഒന്നിൽ നിന്നും മടങ്ങാത്തവനും ആയും അല്ലയോ വൈകുണ്ഠവാസിയായ ഭഗവാനെ, നിർവ്യാപാരനായ അങ്ങ് ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും സംശുദ്ധവുമായിട്ടുള്ള ആ സത്വഗുണത്തിന്റെ അംശം സ്വീകരിക്കുമ്പോഴാണ് അങ്ങ് ഒരു രൂപം ധരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. നിർവാപ്യാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീശമാഖ്യം തേനേ ബോധേതിലീന പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാതികാലേ തസ്യ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവകുണ്ട വൈകുണ്ഠരൂപം. തത്തേ തേ പൃഥ്വിക്കധാരാധര ലളിതകലായാവലി കേളിക്കാരം ലാവണ്യ സൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാ നിലയനം അമൃതസന്ത സന്തോകമന്ദ സഞ്ചിന്തകാനാം അനുകലയേ മാരുതാകാരനാഥാം. അതായത് പ്രത്യക്രധാരാധര ലളിതാ കലയാവലി കേളിക്കാരം. അതായത് പുതിയ കാർമേകത്തിന്റെയും ചന്തമായ കായാമ്പൂ പൂവിന്റെ കൂട്ടത്തിന്റെയും തുല്യമായ നിറത്തോട് കൂടിയതാണ്. അദ്ദേഹത്തിന്റെ നിറത്തിനെ പറ്റിയാണ് പറയുന്നത്. ലാവണ്യസൈകസാരം എന്ന് വെച്ചാൽ ലാവണ്യസ്യ ഏകസാരം. ലാവണ്യത്തിന് ഉദാഹരണം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ഉദാഹരണം ഭഗവാനാണ്. സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായിട്ടങ്ങ് അവതരിച്ചു. ലക്ഷ്മി നിശങ്കലീലാ നിലയനം. ശ്രീലക്ഷ്മി ഭഗവതിക്ക് ഒട്ടും കൂസൽ കൂടാതെ കളിയാടാനുള്ള സ്ഥാനമായതും ഭഗവാനാണ്, ഭഗവാന്റെ മാർഗം. സഞ്ചിന്തകാനാം സന്ധിന്തകാനാം, അതായത് അമൃത അതായത് ധ്യാനനിരതനായിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരം,
അപ്പൊ ഈ ശരീരത്തെ പറ്റിയാണ് ഇത്രയും നേരം വർണ്ണിച്ചത്. അതായത് കായാമ്പൂവിന്റെ കൂട്ടത്തിലുള്ള നിറമുള്ളതും കായാമ്പൂ കൂട്ടത്തിന്റെ ആ പൂക്കളുടെ നിറമുള്ളതും പിന്നെ പുതിയ മേഘത്തിന്റെ നിറമുള്ളതും പിന്നെ ലാവണ്യത്തിന് ഏറ്റവും ഒരേ ഒരു ഉദാഹരണവും പിന്നെ ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി ദേവിക്ക് കളിയാടാനുള്ള ഒരു മാറിടവും. ആ ലക്ഷ്മി ദേവി എവിടെയാ കളിയാടുന്നത്? നിശങ്ക നിലാനിലയനം കളിയാടാനുള്ള സ്ഥാനമായതും പിന്നെ ധ്യാനനിരതനായിരിക്കുന്ന യോഗികൾക്ക് ഉള്ളിൽ അമൃതധാരയെ വസിക്കുന്നതുമായിട്ടുള്ള ആ രൂപം, അല്ലയോ ഗുരുവായൂരപ്പ, അനുകലയെ ഞാൻ നിരന്തരമായി അതിനെ ധ്യാനിക്കുന്നു. വപുഹു അനുകലയെ മാരുത കാരനാഥ. അതാണ് വപുര അനുകലയെ മാരുത കാരനാഥ. അങ്ങനെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. പുത്തൻ കാർമേഘത്തിന്റെയും കായാമ്പൂ കൂട്ടത്തിന്റെയും കേളിയാട്ടം പോലെ മനോഹരമായിട്ടുള്ള ആ പിന്നെ നിറവും പിന്നെ പുണ്യൻ ദേവിയുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരമായും ലക്ഷ്മി ദേവിക്ക് കൂസൽ കൂടാതെ കളിയാടാനുള്ള വേദിയുമായി ധ്യാനനിരതരുടെ ഉള്ളിൽ അമൃതധാരവർഷം നടത്തുന്ന ആ അവിടുത്തെ രൂപം ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. തത്തേ പ്രത്യഗ്രതാരാധരലളിത കലായാവളി കേളികാരം ലാവണ്യസൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോകമന്ദസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥാം. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതരഭവഖേദാവകാദീവ ബാധാം ഇത്യേവം പൂർവമാലോചിതമതിത മയാ നൈവമദ്യാഭിജാനേ നോ ചിഞ്ചീവ കഥം വാ മധുരതരമിദം ത്വദ്ബഭുശ്ചിത്രസാരം സാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുതാം ബോധിപൂരേ രമേരൻ. അതായത് ഞാൻ ആദ്യമൊക്കെ ആലോചിച്ചു, ഇത് ഭഗവാന്റെ സൃഷ്ടികൾ വളരെ ഇവിടെ വന്ന് വളരെ കഷ്ടപ്പെടുന്നുവല്ലോ. കഷ്ടന്തേ ചേഷ്ട, കഷ്ടപ്പെടുകയാണല്ലോ. ഇവിടെ വന്നിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണല്ലോ. സൃഷ്ടിച്ചു വിടുന്ന ജനങ്ങളുടെ കഷ്ടങ്ങൾ കണ്ടിട്ട് ഈ സൃഷ്ടി വ്യാപാരം തന്നെ ദുസ്സഹമാണെന്ന് ജീവികൾക്ക് അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ ഭവഖേദാവഹാ ജീവബാധ, അവർക്ക് വളരെ ദുഃഖമായിട്ടാണ് തോന്നിപ്പിക്കുന്നത്. അങ്ങ് ഈ മായയിലേക്ക് സൃഷ്ടിച്ചു വിടുന്ന ജനങ്ങളുടെ കഷ്ടങ്ങൾ കണ്ടിട്ട് അങ്ങയുടെ സൃഷ്ടി വ്യാപാരം തന്നെ ദുസ്സഹമാണെന്ന് തോന്നി. ഇത് ബഹുതര ഭവഖേദാവഹം, ലോകത്തിലെ ദുഃഖം അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സൃഷ്ടി തന്നെ കഷ്ടമാണ്. ഇത് ഏവം, ഇങ്ങനെ, ഇത് ഏവം പൂർവമാലോചിതമതിത, ഞാൻ ആദ്യം ഓർമ്മിച്ചിരുന്നു. മയാ ഞാൻ മുമ്പ് കരുതിയിരുന്നു. പിന്നെ അദ്യതയേവം അഭിജാനെ, ഞാനിപ്പോൾ അത് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാൽ നോ ചേത്, എന്ത് കാരണം? അങ്ങനെ ഉണ്ടായത് കൊണ്ട് ജീവ കഥം വാ, സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ചിത്രസാന്ദ്രം, മനസ്സിനെ ആദരമാക്കുന്ന ആനന്ദമാക്കുന്ന മധുരകരമാക്കുന്ന വപുഹു, അങ്ങയുടെ ഈ രൂപം മനസ്സിനെ കദംബ മധുരതരമിതം വപു ചിത്രസാന്ദ്രം, ആനന്ദം, അതായത് ആ രൂപം കണ്ണുകൊണ്ടും, അതായത് ശ്രോത്രൈച്ച പീത്വാ നേത്രൈ ശ്രോത്രൈച്ച പീത്വാ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും രൂപം കാണുകയും രസിക്കുകയും പരമരസ സുതാംബോധി പൂരേ രമേരൻ, ആ പരമമായ രസത്തെ, പരമാനന്ദം തരുന്ന അമൃതസമുദ്രത്തിൽ അങ്ങനെ നീന്തി തുടിക്കാൻ കഴിയുമായിരുന്നോ ജനങ്ങൾക്ക്? ഇങ്ങനെ അത്
സൃഷ്ടിച്ചില്ലെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് വന്നില്ലെങ്കിൽ, ഈ രൂപത്തിനെ, ഈ പരമരസം തരുന്ന ആ സമുദ്രത്തിൽ നമ്മളെ ആറാടിക്കുന്ന ആ രൂപം നമുക്ക് കിട്ടുമായിരുന്നു, അതിനെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. സൃഷ്ടി ഒട്ടും വേണ്ടാത്തതല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഒന്നിനും കീഴടങ്ങാത്ത അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെന്ന് ജീവികൾക്ക് പലതരം സംസാര ദുഃഖം ഉളവാക്കുന്നതാണല്ലോ എന്ന് ഞാൻ മുമ്പേ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അങ്ങ് സൃഷ്ടി വ്യാപാരത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നെങ്കിൽ ജീവികൾ എങ്ങനെയാണ് ജ്ഞാനവും ആനന്ദവും തരുന്ന ആ മനോഹരമായ ഈ ശരീരത്തെ കാതുകളാലും കണ്ണുകളാലും പാനം ചെയ്തുകൊണ്ട് ആ അമൃതസമുദ്രത്തിൽ എങ്ങനെയാണ് ആനന്ദിക്കുമായിരുന്നു? സൃഷ്ടി തീർച്ചയായും ഉത്തമം തന്നെയാണ്. മൂപ്പത്തൂർ അത് സമർപ്പിക്കുന്നു. എന്നുവെച്ചാൽ സൃഷ്ടി എപ്പോഴാണ് ഉത്തമമാകുന്നത്? ഭഗവാനെ ഭജിക്കുമ്പോൾ മാത്രമാണ് ആ സൃഷ്ടിക്ക്, ഒരാളെ സൃഷ്ടിച്ചാൽ അയാളുടെ ഭഗവാനെ ഭജിക്കുമ്പോൾ മാത്രമാണ് ആ സൃഷ്ടി ഒരു ഉത്തമമായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മൾ ഭഗവാനെ ഭജിച്ചില്ലെങ്കിൽ ആ സൃഷ്ടി ഉത്തമമല്ല. അപ്പോൾ നമ്മൾ ആസ്വദിക്കാതെയും കഥ കേൾക്കാതെയും ഭാഗവതം ചെന്ന് കേൾക്കാതെയും ഭഗവാനെ പറ്റി കീർത്തിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ സൃഷ്ടി, അതാണ് നമ്മളെ സൃഷ്ടിച്ചതിന് അതൊരു ഉത്തമമായിട്ട് മാറത്തില്ല. അതാണ് പട്ടതിൽ പറയുന്നത്. കഷ്ടാതേ തിസ്രശ്രേഷ്ഠ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ജീവഭാജമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവം അദ്യാഭിജാനേ നോ ചിഞ്ജീവാ കഥം വാ മധുരതരമിതം ത്വദ്ബഭുച്ഛിദ്രസാർദ്രം നേത്രേ ശ്രോത്രേ ച പീത്വാ പരമരസസുധാം പൂരേ രമേരൻ. അടുത്തത് നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാമ്രാം ഗിരീം ച ഇത്തം നിശേഷലഭ്യോ നിരവധികബലപാരിജാതോ ഹരേത്വം ശുദ്രം തം ചക്രവാടി ദ്രുമമഭിലചതി രക്തമർത്തിവ്രജോയം. അടുത്തത് അങ്ങയുടെ മുന്നിൽ നമിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ, നമ്മൾ മനസ്സുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണെങ്കിൽ ആ അഭിസന്നിധത്തെ അവരുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് ഉണ്ട്. അതാണ് നമ്രാണാം സന്നിധത്തെ സതതമഭി. അങ്ങനെ നമ്മൾ നമിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് തന്നെ ഭഗവാൻ ഇരിക്കുന്നു. പിന്നെ തൈഹിന അഭ്യർത്ഥിതാനബി, അവർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും തതതമപി സ്ഥൈരൻ അഭ്യർത്ഥിതാനബി, അവർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അർത്ഥാൻ കാമാൻ പരമാനന്ദ സാദ്രാം ഗതിഞ്ച, എല്ലാം തന്നെ അവർക്ക് അർത്ഥത്തെയും സമ്പത്തെയും ആഗ്രഹങ്ങളെയും സമ്പുഷ്ടിയെയും മനസ്സിന് തൃപ്തിയെയും പിന്നെ പരമാനന്ദമായ ആ മുക്തിയെ തന്നെ അജസ്രം വിതരസി, എല്ലാം വളരെ കൈ നിറയെ ഒട്ടും കുറയ്ക്കാതെ പിശുക്കില്ലാതെ നൽകുന്നു. ഇത്തം ഹരേത്വം, ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നു. ഇത്തം ഹരേത്വം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ലയോ മഹാവിഷ്ണു, നിശേഷ ലഭ്യക നിരവധിക ബല പാരിജാതക, ആഗ്രഹിക്കുന്നത് തരുന്ന പാരിജാതം ഭഗവാനാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും മനസ്സുകൊണ്ട് നമസ്കരിച്ച് ആഗ്രഹിച്ചാൽ എന്തും ഭഗവാൻ നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്നു. പിന്നെ മുക്തിയും കൂടി തരുന്നു. നിരവധിക ബല പാരിജാതോ ഹരേ ത്വം ശുദ്രം തം ചക്രവാടി ദ്രുമം അഭിലചതി അർത്ഥിപ്രജോയം. അതായത് ശുദ്രം ആവശ്യം തീരാത്തവർ, അതായത് അർത്ഥിപ്രജ, അതായത് ആവശ്യം തീരാത്തവർ എന്ത് ചെയ്യുന്നു?
ശുദ്രം തം ചക്രവാടി ധ്രുവം, സ്വർഗത്തിൽ പോകണമെന്നും വളരെ തുച്ഛമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നു. അപ്പൊ എന്തിനാണ് പോകുന്നത് സ്വർഗത്തില്? ഇന്ദ്രന്റെ വാടികയിലെ ആ ഉദ്യാനത്തിലെ പാരിജാതം, അതിനെ വെറുതെ ആഗ്രഹിക്കുകയാണ്. അഭിലഷതി വ്രതം, ഇതിലെ വെറുതെ ആഗ്രഹിക്കുകയാണ് ആ കൽപ്പവൃക്ഷം. ഭഗവാൻ എല്ലാം തരികയും ചെയ്തു, മുക്തിയും തരുന്നു. പക്ഷേ അവിടെയുള്ള പാരിജാതം ആഗ്രഹങ്ങൾ മാത്രമേ തരൂ, ആഗ്രഹിക്കുന്നത് മാത്രമേ തരുള്ളൂ, മോക്ഷം തരികയില്ല. അതും സ്വർഗത്തിൽ എത്തിയാൽ മാത്രം. ഭൂമിയിൽ ഇരിക്കെ നമുക്ക് സ്വർഗത്തിൽ എത്തിയാലേ ആ പാരിജാതം കിട്ടുകയുള്ളൂ. പക്ഷെ അത് ആഗ്രഹങ്ങൾ മാത്രമേ തരുള്ളൂ. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ നമ്മളൊന്ന് നമസ്കരിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവിടെ നമുക്ക് ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തരികയും ചെയ്യും, മോക്ഷവും തരും. ആവശ്യപ്പെടുത്താതെ തന്നെ എല്ലാം തരും. അതായത് ആ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ മതി. അപ്പോൾ നമുക്കെന്നവരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. അവർ ആവശ്യപ്പെടാതെ തന്നെ അർത്ഥങ്ങളും കാമങ്ങളും എല്ലാവർക്കും ബലമുള്ള കൽപ്പവൃക്ഷമായിട്ടിരിക്കുന്നു. എന്നിട്ടും തുച്ഛമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ നിസ്സാര വൃക്ഷത്തെ, പാരിജാതത്തെ ആളുകൾ ആഗ്രഹിക്കുന്നു. കഷ്ടം തന്നെ എന്ന് എൽപ്പത്തൂർ പറയുന്നു. നമ്രാണാം സന്നിധത്തെ സതതമപി പുരത്തൈരനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാമ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ബലപ്പാരിജാതോ ഹരേ ത്വം തം ചക്രവാടി തൃണമഭിലഷതി രക്തമത്തിപ്രചോദം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാ ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം തയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമയേവേത് യേവേതി അതുലഗുണഗണാധാര ശൗരേ നമസ്തേ. അതായത് പരേ അന്യദേവന്മാർ കാരുണ്യം കൊണ്ട് ദയഹേതുവായി അന്യം കാമം ദപതി കലു, മറ്റു അഭിഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ. അതായത് കാരുണ്യാത് കാമമന്യം ദപതി കലുപരേ, അവർ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും ആഗ്രഹം സാധിച്ചത് കൊടുക്കുന്നു, ആഗ്രഹം ഉള്ളത് കൊടുക്കുന്നു, അഭിഷ്ടങ്ങളെല്ലാം. അങ്ങ് തൻ്റെ ആത്മാവിനെയാണ് ദാനം ചെയ്യുന്നത്. സ്വാത്മദസ്ത്വം വിശേഷാൽ, അങ്ങ് ആത്മാവിനെയാണ് ദാനം തരുന്നത്. പിന്നെ മറ്റുള്ള ദേവന്മാർ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും, പക്ഷേ വിഷ്ണു നമുക്ക് സായുജ്യവും കൂടി തരുന്നു. അന്യേ ഐശ്വര്യാത്, മറ്റുള്ള ദേവന്മാർ ഈശ്വരന്റെ ഭാവം കാരണമായിട്ട്, അപ്പം അവർ ഈ ലോകത്തിന് ഈശ്വരനാണ്, അവർ ഈ ലോകത്തിന് ഈശ്വരനാണ്. ആ ഭാവം കാരണമാണ് അവർ തരുന്നത്. ജഗതി പരിജനെ ഈശ്വര, ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം അധീനത്തുള്ളവരായി തീരുന്നു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ദേവന്മാർ ഈശ്വരന്മാരാണ്. തം സ്വാത്മന അഭി, അങ്ങ് അവർക്കും തൻ്റെ ആത്മാവിനും കൂടി ഈശ്വരനാകുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ ആരാണ്? ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ ഈശ്വരൻ, അങ്ങ് തന്നെയാണ്. പീഠഭാഗ്യാഹ ചേതനാഹ, അങ്ങനെ അറിഞ്ഞ് ഭാഗ്യം ചെയ്ത ഭക്തന്മാർ, അത് അറിഞ്ഞ് ഭഗവാനാണ് എല്ലാത്തിനും പ്രപഞ്ചത്തിൽ ഈശ്വരൻ അങ്ങ് അറിഞ്ഞ് ഭാഗ്യം ചെയ്ത അറിയുന്ന ഭാഗ്യവാന്മാർ, അവർക്കും തൻ്റെ ആത്മാനം കൂടി ഈശ്വരനാകുന്ന ആ സത്യം അറിയുന്ന ഭാഗ്യവാന്മാർ പ്രതിപദ മധുരേ തൊഴി, ഏത് രൂപത്തിലും, അതായത് ഏത് രൂപത്തിലും അങ്ങയെ ആസ്വദിച്ചുകൊണ്ട് തൊയ്യുച്ചൈരാരമന്തി, തൊഴിൽ ഉറച്ചൈ, അതായത് അങ്ങയെ രസിച്ച് വിളയാടുന്നു. ത്വം ച ആത്മാരാമ, അങ്ങ് ആത്മാരാമനാകുന്നു, അങ്ങയിൽ തന്നെ ഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ഗുണഗണാധാര, അങ്ങനെയുള്ള ഗുണങ്ങളുള്ള ആ ഭഗവാനെ, അതിലെ ഗുണം ഉപമിക്കാൻ കഴിയാത്ത ഗുണങ്ങളുള്ള
ഭഗവാനെ, അല്ലയോ ഞാൻ നമസ്കാരം, അയ്യോ എൻ്റെ നമസ്കാരം എന്ന് പറയുന്നു. ത്വം ചാത്മാ രാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. അങ്ങനെ ഞാൻ നമസ്കാരം. അന്യദേവന്മാർ ഭക്തവാത്സല്യത്താൽ മോക്ഷം ഒഴിയുള്ള അഭിഷ്ടങ്ങൾ ഒക്കെ തരുന്നു, അന്യദേവന്മാർ. പക്ഷേ വിശിഷ്ടമായ കാരുണ്യത്താൽ അങ്ങ് നമുക്ക് മോക്ഷം തരുന്നു. മോക്ഷം വഴിയുള്ളത് അഭിഷ്ടങ്ങൾ കൊടുക്കുന്നു. ഭഗവാൻ അഭിഷ്ടങ്ങളും മോക്ഷവും നമുക്ക് തരുന്നു. മറ്റു ദേവന്മാർ അഭിഷ്ടസിദ്ധിയാൽ ഈ പ്രപഞ്ചത്തിൽ സാധാരണക്കാരുടെ ഈശ്വരനായിട്ട് മാറുന്നു. ഭഗവാൻ തനിക്ക് തന്നെ ഈശ്വരനാകുന്നു, അതായത് പ്രപഞ്ചത്തിന് മുഴുവനും ഈശ്വരനാകുന്നു. മഹാഭാഗ്യവാന്മാർ, അത് മനസ്സിലാക്കിയവന്മാർ, ഭക്തന്മാർ ആകട്ടെ അടുക്കും തോറും ആസ്വാദികരമായ അങ്ങയിൽ ചേർന്ന് പരമാനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങ് ആത്മാരാമനാകുന്നു. അങ്ങനെയുള്ള അതുല്യ ഗുണമുള്ള ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്ന് ഭട്ടതിരി പറയുന്നു. കാരുണ്യാത് കാമമന്യം തദതി കലുപരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം തയ്യുച്ചൈരാരമന്ദേ പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ. അടുത്തത് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയമനം വിശ്വതേജോകരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈച്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖിലവിധസിനത്വാഭിതേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരകര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. അടുത്തത് ഐശ്വര്യം. അങ്ങയുടെ ഐശ്വര്യം എന്നാണ് ഈശ്വരന്റെ ഭാവം. ശങ്കരാദീശ്വര വിനിമയം, ശങ്കരൻ പരമേശ്വരൻ ആയവരുടെ അവരവരുടെ സ്ഥാനത്ത് നിയമിക്കുന്നത് അങ്ങാകുന്നു. വീര്യം വിശ്വോ തേജോകരാണാം, അങ്ങയുടെ വീര്യം സർവ തേജസ്സുകളെ പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെ കീഴ്പ്പെടുത്തുന്നതാകുന്നു. അത് ഈ ഭൂമിയിലേക്ക് തേജസ് എടുക്കുന്ന സൂര്യൻ, അഗ്നി മുതലായവരുടെ തേജസ്സിനെ പോലും ഹരിക്കുന്നതാണ്. പിന്നെ അങ്ങയുടെ വിമലമഭിയശോ അങ്ങയുടെ ആ വിമലമഭിയശോ നിസ്പൃഹൈച്ചോപഗീതം, അത് യോഗികളാൽ, അവർ ഒന്നിലും ആഗ്രഹമില്ലാത്ത യോഗികളാൽ പോലും പുകഴ്ത്തപ്പെട്ടതാണ്. അവർക്ക് ഒന്നിലും ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാലും ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നു. ശ്രീ, അതായത് ശ്രീഹി സദാ അംഗാസംഗ, ലക്ഷ്മി ദേവി എപ്പോഴും തിരുവുടലിനോട് താല്പര്യം കാട്ടി വർത്തിക്കുന്നു. അതാണ് ശ്രീ അഖില വിദസിന. എന്നിട്ടും നഖ്യാപിതേ സംഘവാർത്ത, ഒരിക്കൽ പോലും ഒന്നിനോടും ഒട്ടലില്ല. ഭഗവാന് ഒന്നിനും ഒട്ടലുമില്ല, സംഘവുമില്ല. തദ്വാദാകാരവാസിൻ മുരകര, ഭഗവാനെ ഭഗവത് ശബ്ദ മുഖ്യാശ്രയോ അസി, ഭഗവൻ എന്ന മുഖ്യമായ ശബ്ദത്തിന് അർഹിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതായത് ഈ ആറ് പിന്നെ ഗുണങ്ങൾ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഈ ഒരു ഗ്രൂപ്പിനെ ഭഗം എന്ന് പറയുന്നു. ആ ഭഗം ഉള്ളവൻ ഭഗവാൻ. ആ വാക്കിന് യോഗ്യൻ അങ്ങാണ് ആ വാക്കിന് യോഗ്യനായിട്ടുള്ളവൻ എന്നാണ് പറയുന്നത്. ആ ശബ്ദത്തിന് മുഖ്യാശ്രയോസി, ഭഗവത് ശബ്ദം, ആ ശബ്ദത്തിന് അങ്ങാണ് മുഖ്യം, അങ്ങാണ് യോഗ്യൻ. അതായത് അങ്ങയുടെ ഐശ്വര്യം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരിൽ വിശേഷ വിനിയമനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങയുടെ നിയന്ത്രണത്തിലാണ് അവർ പോലും വർത്തിക്കുന്നത്. തേജസ്, അങ്ങയുടെ തേജസ്സോട് കൂടിയവരുടെ തേജസ് ഹരിക്കുന്നവർ. അങ്ങയുടെ യശസ് മുനികളാൽ വാഴ്ത്തിപ്പാടുന്നു. ശ്രീ, ഐശ്വര്യം, ശ്രീ, ലക്ഷ്മീകരം അങ്ങയോട് ചേർന്നിരിക്കുന്നു. എന്നാൽ പോലും അങ്ങ് സർവജ്ഞനാണെങ്കിലും ഒന്നിലും ഒരു ആസക്തി ഇല്ലാത്തവൻ, ഒന്നിനോടും
സംഘമുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാൻ എന്ന ശബ്ദത്തിന്റെ പ്രധാനം അർത്ഥം അങ്ങ് മാത്രമാണ്. അത് എല്ലാം തികഞ്ഞിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഈ ഭട്ടതിരി ഈ ദശകം സമർപ്പിക്കുന്നു. ഐശ്വര്യം ശങ്കരാദി ശരവിനിയമനം വിശ്വതേജോകരാണാം തേജസ്സംകാരി വീരം വിമലമഭിയശോ നിസ്പൃഹൈച്ഛോപഗീതം അംഗാസംഗാസദാശ്രീ അഖിലവിദസിന ക്വാഭിദേ സംഘവാർത്ത തദ്വാദാകാരവാസൻ മുരകര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.